റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് പ്രോസിക്യൂഷൻ. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. പൾസർ സുനി ഉൾപ്പെടെ കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രോസിക്യൂഷൻ. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ശ്യാം ദേവരാജ്, ആർ റോഷിപാൽ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. റോഷിപാൽ, ഈ തീരുമാനം സർക്കാർ എപ്പോഴാണ് കൈക്കൊണ്ടത്? എപ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത്? മധു, ഏറ്റവും പ്രധാന നീക്കമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ 12-നായിരുന്നു വിധി പകർപ്പ് പുറത്തു വന്നത്. ഒടുവിൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെ കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം. പൾസർ സുനി കൂട്ടബലാത്സംഗമാണ്. പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ചെയ്തത്. ആ കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ അവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് നിലവിൽ വിചാരണ കോടതി, എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അത് റദ്ദാക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന. വിധി ക്രിമിനൽ നടപടികളുടെ സ്വാഭാവിക നീതിയുടെയും ലംഘനമാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് യുക്തമായ സന്ദേശമായിരിക്കണം. ദിലീപ് ഉൾപ്പെടെ പ്രതികളെ ഈ കോടതി തീരുമാനം വന്ന സമയത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ നിന്നൊരു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. വിചാരണ കോടതിയിൽ നിന്ന് വിധി വന്നാൽ മേൽക്കോടതിയിലേക്ക് പ്രഖ്യാപിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കൂടി ഈ അപ്പീലിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ വിധിയിലൂടെ എന്ന് ഹൈക്കോടതി പരിശോധിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു. അതിനു പുറമെ ഈ വിധി പകർപ്പിൽ പറയുന്ന മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധന, അതിൽ ഇരയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടില്ല എന്ന പരാമർശം അത് നീക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ശാസ്ത്രീയമായി പറയാൻ വിചാരണ കോടതി കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ ചോദ്യം ചെയ്യുകയാണ് പ്രോസിക്യൂഷൻ. അതിജീവിതയുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടിരുന്ന കണ്ടെത്തൽ വസ്തുതാവിരുദ്ധമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ഇങ്ങനെ കണ്ടെത്തിയത്. ഫോറൻസിക് റിപ്പോർട്ടുകളും ഉദ്യോഗസ്ഥരുടെ മൊഴികളും വിചാരണ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പീഡന ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്നിട്ടില്ലെന്ന വാദം അത് അശാസ്ത്രീയമാണെന്ന് പറയുന്നു. ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. 1-ൽ കൂടുതൽ തവണ ഫോറൻസിക് പരിശോധനയിലൂടെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഫോറൻസിക്കിന്റെ ജോയിന്റ് ഡയറക്ടർ സുനിൽ ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴിയുണ്ട്. ആ മൊഴികളൊന്നും കോടതി അത് പരിഗണിച്ചില്ല എന്ന പരാതി കൂടി ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്നുണ്ട്. ഒപ്പം ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നിഗമനം. വിചാരണ കോടതി ബോധപൂർവം തെറ്റായ വിവരണം സൃഷ്ടിക്കാൻ വിധി വന്നതിന് ശേഷം അതിജീവിത ഏറ്റവും രൂക്ഷമായി വിമർശിച്ചത് ഒരുപക്ഷെ ആ വിധി ആയിരിക്കില്ല, അതിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്ന് തനിക്ക് 8 വർഷ കാലയളവിനിടയിൽ നേരിടേണ്ടി വന്ന തന്റെ സ്വകാര്യതയെ കുറിച്ചുള്ള, തന്റെ അഭിമാനത്തിനെ കുറിച്ചുള്ള ഒക്കെയുള്ള തന്റെ ഒരു ആത്മധൈര്യത്തിന് നേരെയുള്ള ആക്രമണത്തെ കുറിച്ച് കൂടിയാണ്. അതിജീവിതയുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടിട്ടില്ല എന്ന കണ്ടെത്തൽ വസ്തുതാവിരുദ്ധം എന്നുകൂടി ഹർജിയിൽ പറയുകയാണ്. മധു, തീർച്ചയായും അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാരണം ഹൈക്കോടതി കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട്. അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിലുള്ള അന്വേഷണത്തിനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ആ വിധി. ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് അതിജീവിതയുടെ സ്വകാര്യത അത് ആ സ്വകാര്യത ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നായിരുന്നു ഹൈക്കോടതി ജസ്റ്റിസായ കെ ബാബുവിന്റെ വിധിയിൽ പറയുന്നത്. അത് നീതിന്യായ വ്യവസ്ഥയുടെ മുകളിലുള്ള കാർമേഘമാണ് ഈ മെമ്മറി കാർഡിലെ അനധികൃത പരിശോധനയെക്കുറിച്ച് നിയമവിരുദ്ധ പരിശോധനയെന്ന് തിരുത്തുകയാണ് അവിടെ ഹൈക്കോടതി ഉണ്ടായത്. അങ്ങനെ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായിട്ടാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ ഈ വിധിയിലെ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിലെ പരാമർശങ്ങൾ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി അടക്കം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളുണ്ട്. അതിനൊക്കെ വിരുദ്ധമായ രീതിയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ വസ്തുതാ പരിശോധനയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോണിലടക്കം, വിൻഡോസ് ഉള്ള ലാപ്ടോപ്പിലടക്കം ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു. അതിന്റെ സമയമടക്കം ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.